എത്രയാണ്? കേട്ടില്ല. 9. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഉമറൈഷ്, ഇത് എത്രയാ? ഉമർ? 7. ഓക്കെ, വെരി ഗുഡ്. അമാൻ, ഇത് എത്രയാ? 5. 5. ഓക്കെ, വെരി ഗുഡ്. ഷാസിൽ, ഇത് എത്രയാ? 8. ഓക്കെ. ഋതിക, ഇത് എത്രയാ? പെട്ടെന്ന് പറ. ഋതിക? 3. അയാന, ഇത് എത്രയാ? അയാന, ഇത് എത്രയാ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ പറ, ഇത് എത്രയാ? മനസ്സിലായിട്ടില്ലേ? അയാന, ഇതെന്റെ ഫസ്റ്റ് ടൈം ആണ്. അതാ ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോന്ന്. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. പറ, ഇത് എത്രയാ? 2. ഓക്കെ. ത്വാഹിർ, ഇത് എത്രയാ? 4. ഓക്കെ. ഷാസിൽ, ഇത് എത്രയാ? പെട്ടെന്ന് പറയാം കേട്ടോ. ഷാസിൽ? ഷാസിൽ? Yes, ma'am. ഇത് എത്രയാ? 1. ഓക്കെ. ഷയാൻ, ഇത് എത്രയാ? 3. എത്രയാ? 1. 1 ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? അപ്പൊ ഇത് എത്രയാ? 2. 2 അല്ല, അപ്പർ ബീഡിൽ ഒരു ബീഡ് ഉണ്ട്, ലോവർ ബീഡിൽ ഒരു ബീഡ് ഉണ്ട്. അപ്പൊ എത്രയാ? 6 ആണ് കേട്ടോ. ഓക്കെ. ഹാഫിൽ, ഇത് എത്രയാ? ഹാഫിൽ? 9. ഓക്കെ. മുഹമ്മദ് ഹാസിൻ, ഇത് എത്രയാ? ഹാസിൻ? ഒരു മിനിറ്റ് കേട്ടോ. Ma'am. ഇനി ആരാ പറയാത്തെ? ഇജാ ഫാത്തിമ, ഇത് എത്രയാ? Yes, ma'am. ഇത് എത്രയാ? 7. ഓക്കെ. ഹാസിൻ പറഞ്ഞോ? ഹാസിൻ പറഞ്ഞല്ലോ അല്ലേ? ഇല്ല. സൗണ്ട് പോണ്ടല്ലേ? ഇത് എത്രയാ? 6. ഓക്കെ. ഷാബാസ് അബ്ദുള്ള, ഇത് എത്രയാ? ഷാബാസ്? റെഡ് പ്രശ്നം തരലിട്ടില്ല. ഇത് എത്രയാ? ഇത് എടുത്തോണ്ടോ?
ഷബാസ് എന്താണ് പറയുന്നത്? നിങ്ങൾ അവിടെ ഇല്ലേ? എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ഇതിൽ ജോയിൻ ചെയ്തവരൊക്കെ ക്യാമറ ഓൺ ചെയ്യാട്ടോ. ആയിമൻ ഇത് എത്രയാ? 9. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഇനി എല്ലാരും പേജ് നമ്പർ 1 എടുക്ക. ഓക്കെ, പേജ് നമ്പർ 1 അതിൽ നമുക്ക് 1 റോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. 1 റോഡിലെ ബീഡിന്റെ വാല്യൂ അതിൽ കാണുമ്പോ മനസ്സിലാവുന്നില്ലേ? ഫസ്റ്റിലെ നമ്പർ എത്രയാ? 1 അല്ലേ? ആ മാം പെൻ യൂസ് ആക്കാൻ പറ്റോ? പെൻസിൽ എല്ലാരും പെൻസിൽ ഉപയോഗിക്കാം കേട്ടോ. പെൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, പെൻ യൂസ് ചെയ്യരുത് കേട്ടോ. 1A ബുക്ക് അല്ല, 1A ബുക്ക്. എ ബുക്കാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുക. ബി ബുക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ബുക്കാട്ടോ. ആ ബീഡ്സിന്റെ വാല്യൂ വീണ്ടും പതിപ്പിച്ചു തരോ മാം? ആരാ ചോദിച്ചേ? ഷയാനാണോ? ആ ഞാൻ പഠിപ്പിക്കാം. ബാക്കിയുള്ളവർ പേജ് നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യാട്ടോ. ആ പെൻസിൽ ഇല്ല. പ്രിന്റ് ആരാ? ഉമറൈഷ ആണോ പ്രിന്റ് എടുക്കാത്തെ? പ്രിന്റ് എടുത്തിട്ടില്ലേ? പ്രിന്റ് പെട്ടെന്ന് എടുക്കേണ്ടി വരും കേട്ടോ, കാരണം നമ്മൾ ഇനി ക്ലാസ്സിൽ ബുക്ക് വെച്ചിട്ട് തന്നെയാ ചെയ്യാ. എ ബുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എടുക്കാട്ടോ. എ ബുക്ക്. ബി ബുക്ക് പിന്നെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ബുക്കാണ്. എ ബുക്ക് എന്തായാലും എടുക്കേണ്ടി വരും, കാരണം നമ്മൾ ഇനി വർക്ക് ചെയ്തുകൊണ്ടാണ് ബാക്സ് പഠിക്കുക. ഓക്കെ. ആ പെൻസിൽ ഇല്ല, പെന്ന് മാത്രല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്കും പെൻസിൽ കൊണ്ടുവരാട്ടോ. ഓക്കെ ആ പെന്ന് മസ്റ്റ് ആണ് കേട്ടോ, അല്ല പെൻസിൽ മസ്റ്റ് ആണ് കേട്ടോ. ആ ഇത് പെൻ നോട്ട് ചെയ്തിട്ടെ. ഇത് പെന്നോണ്ട് എഴുതിക്കോ, പക്ഷെ നെക്സ്റ്റ് ക്ലാസ്സിൽ പെൻസിൽ മസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ. പേജ് നമ്പർ 1, എ ബുക്കിലെ പേജ് നമ്പർ 1. ഇതിലിങ്ങനെ ബീഡ്സിന്റെ ഇത് കാണാം. ഇതിന്റെ വാല്യൂ ഇപ്പൊ ഫസ്റ്റിലെ ഒരു ബീഡ് ലോവർ ബീഡിൽ ഒരു ബീഡാണ്, അപ്പൊ അത് 1. സെക്കൻഡിലെ ലോവർ ബീഡിൽ 2 ബീഡ് കാണാം, അപ്പൊ അത് 2. അങ്ങനെ ഒന്നിൽ എഴുതാൽ മതി. രണ്ടാമത്തെ കോളം എന്തിനാന്ന് വെച്ചാൽ അത് റോങ് ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആ കോളം, ആ ബോക്സ്. ഓക്കെ, അതെല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ. അയാന ആൻഡ് ഷയാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതാണ് നമ്മുടെ വൺസ് റോഡ്. സ്കൂളിൽ നമ്മളെ പ്ലേസ് വാല്യൂ, നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ ഒക്കെ പഠിച്ചതല്ലേ അയാനയും ഷയാനും ഒക്കെ? അപ്പൊ ഇതാണ് നമ്മുടെ ഈ ബീഡ്സ് ഒക്കെ ഓരോ നമ്പേഴ്സ് ആണ്. ഓക്കെ, 30 വരെ എഴുതണോ? 30 വരെ എഴുതിക്കോളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ നമ്പേഴ്സിന് പ്ലേസ് വാല്യൂ ഉള്ള പോലെ നമ്മുടെ അബാക്കസില് വൺസ് റോഡ്, ടെൻസ് റോഡ്, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഇത് പഠിച്ചതല്ലേ? അപ്പൊ നമ്മുടെ അബാക്കസിലാവുമ്പോ ഇതില് വൺസ് റോഡ്, ടെൻസ് റോഡ്, ഹൺഡ്രഡ്സ് റോഡ്. നിങ്ങളുടെ അബാക്കസിലാവുമ്പോ ഈ സെന്ററിലുള്ള റോഡാണ് വൺസ് റോഡ്, ഈ സെന്ററിലുള്ളതാണ് വൺസ് റോഡ്. ഓക്കെ, ഇതാണ് വൺസ് റോഡ്. വൺസ് റോഡ് വൺസ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 to 9 വരെയാണ് വൺസ് നമ്പേഴ്സ് അല്ലേ? അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1 to 9 വരെയാണ് വൺസ് റോഡിൽ എടുക്കുക. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ഇനി 1 to 9 വരെ നമ്മൾ വൺസ് റോഡിൽ എങ്ങനെയാ എടുക്കുന്നതെന്ന് നോക്കാം. ഈ ബീഡ്സ് അപ്പ് ചെയ്ത ഇതാണ് വാല്യൂ ബാർ. വാല്യൂ ബാറിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ബീഡ്സിന് വാല്യൂ വരുന്നത്. ഓക്കെ, ഇതിന് ഡൗൺ ചെയ്യുമ്പോൾ ആഡ് ചെയ്യാനും വാല്യൂ ബാർ ടച്ച് ചെയ്യാം, ലെസ് ചെയ്യാനും വാല്യൂ ബാറിന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാം. ആൻസർ ആ ബോക്സിലാട്ടോ, താഴെയുള്ള ബോക്സിലാണ് എഴുതേണ്ടത്. താഴെ 2 ബോക്സ് ഇല്ല. ഒരു ബോക്സിലും എന്തെങ്കിലും റോങ് ആയി കഴിഞ്ഞാൽ ആൻസർ കറക്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വൺസ് റോഡിൽ എങ്ങനെയാ എടുക്കുന്നതെന്ന് വെച്ചാൽ 1 to 9 വരെയാണ് ഈ സെന്ററിലുള്ള റോഡാണ് വൺസ് റോഡ്. 1 to 9 വരെ എടുക്കാൻ പറ്റും. ആൻഡ് 1 എങ്ങനെയാന്ന് വെച്ചാല് ലോവർ ബീഡിലെ ഓരോ ബീഡും 1 ആണ്. 1 1 1 1 4 ബീഡ്സ് ഇല്ലേ, അതിന്റെ ഒക്കെ വാല്യൂ 1 1 1 1. ഇനി ആഡ് 1 എന്ന് പറഞ്ഞാല് 1 ബീഡ് ഫ്രം ലോവർ ബീഡ്. ലോവർ ബീഡിൽ നിന്ന് 1 ബീഡ് എടുത്താൽ അതാണ് 1. 2 ആഡ് 2 എന്ന് പറഞ്ഞാല് 1 1
2. ലോവർ ബീഡിലെ ഓരോ ബീഡിന്റെ വില. അപ്പൊ 3 എടുക്കാൻ എന്താ ചെയ്യണ്ടേ? അയാനൊന്ന് പറഞ്ഞേ. ചെയ്യാൻ 3 എടുക്കാൻ എന്താവും ചെയ്യേണ്ടി വരാ? Put one more. യെസ്, 1 more. ലോവർ ബീഡിൽ നിന്ന് 1 more കൂടി ഒന്നുകൂടി എടുക്കാം. അപ്പൊ നമുക്ക് 1 2 3. ഇനി 4 എടുക്കാന് 1 2 3 4 ഒരു ബീഡ് കൂടി എടുക്കാം. അപ്പൊ നമ്മൾ ഇനി വൺസ് റോഡില് ലോവർ ബീഡിൽ 4 വരെയാണ് എടുക്കാൻ പറ്റുക. 1 2 3 4. 3 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 3 ആഡ് ചെയ്ത് കൊടുക്കാം. 4 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 to 4 വരെ ലോവർ ബീഡിൽ. ഇനി അപ്പർ ബീഡിൽ ഒരു ബീഡ് എടുത്താൽ അതാണ് 5. ഓക്കെ, അപ്പർ ബീഡിൽ ഒരു ബീഡ് എടുത്താല് അതിന്റെ വാല്യൂ 5. അപ്പൊ 6 എടുക്കാൻ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? 6 എടുക്കാൻ എങ്ങനെയാ ചെയ്യാ? ഒന്ന് ഗസ് ചെയ്തേ. അയാന, ചെയ്യാൻ എങ്ങനെയാ പറഞ്ഞോ? ഗസ് ചെയ്തോ, കുഴപ്പമില്ല. ഗസ് ചെയ്ത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. മോക്ക് ഷയാനും അയാനക്കും തോന്നുന്നേ പറഞ്ഞു. എന്താ തോന്നുന്നത്? എങ്ങനെയായിരിക്കും 6 എടുക്കാം? 5 ആണ് എന്തെന്ന് പറഞ്ഞു. ലോവർ ബീഡ് ഓരോന്നും 1 ആണ്. അപ്പൊ 5ലോട്ട് എന്ത് ചെയ്താലാണ് 6 ആവുക? 5ലോട്ട് എന്ത് ചെയ്താൽ എങ്ങനാ? Put the one. Beats. പ്ലസ് Put the 1. യെസ്, 5 beats. പ്ലസ് 1. ഇതാണ് അബാക്കസിലെ 6. അപ്പൊ ബീഡിൽ ഒരു ബീഡും ലോവർ ബീഡിൽ ഒരു ബീഡും. ഇതാണ് അബാക്കസിലെ 6. ഇനി 7 എടുക്കാന് 5 പ്ലസ് 2 7. ഇനി 8 എടുക്കാൻ 5 പ്ലസ് 3 8. ഓക്കെ, ഇനി 9 എടുക്കാന് 5 പ്ലസ് 4 9. Ma'am. ആ Finish. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരുടെയും ഫിനിഷ് ആയി. ഫിനിഷ് ആയവര് ഫിനിഷ് ആയെന്ന് പറയണേ. This is the first page of finish. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ആ One A finish. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മുഹമ്മദ് ഹസീൻ, ഷാസിൽ, ഹാഫിൽ, 3 പേര് ക്യാമറ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എന്താണ് ക്യാമറ ഓഫ് ചെയ്യുന്നത്? ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ക്യാമറ ഓഫ് ചെയ്ത് കളിക്കുന്നുണ്ടല്ലോ. അവിടെ എന്തെങ്കിലും വർക്കിന് പോകുന്നുണ്ടോ അവിടെ? എല്ലാരും നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം? ടൂള് കാണുന്ന രീതി. ഇപ്പൊ ഋതികയുടെ ടൂള് കുറെ കാണാൻ പറ്റും. അതുപോലെ വെക്കണേ. ടൂള് കാണുന്ന രീതിക്ക് വെക്കണേ. ടൂൾ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ഇല്ല, അതുകൊണ്ട് എനിക്ക് ഒന്ന് ബാക്കിലോട്ട് കഴിഞ്ഞാൽ ടൂള് കാണുന്ന രീതിക്ക് വെക്കാം. ഓക്കെ, അയാനയുടെ കാണാം. അയാനയുടെ ബുക്ക് ഏതാ? ഹലോ മിസ്സേ, അയാനയുടെ ബുക്ക് ഇത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ മേടിച്ചതായിരുന്നേ. ഇപ്പൊ എനിക്ക് ഇന്നിപ്പോ ജോയിൻ ചെയ്തോണ്ട് എനിക്ക് ഇതിന്റെ പ്രിന്റ് എടുത്തില്ല. അപ്പൊ ഇത് ഞാൻ ഇത് സെയിം ആണോ ബുക്ക്? സെയിം അല്ല, അത് സെയിം അല്ല. അതാ ഞാൻ ചോദിച്ചത്. നമ്മുടെ ബുക്ക് വേറെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അത് പ്രിന്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ മെറ്റീരിയൽ അയച്ചു തരാന്ന് പറഞ്ഞായിരുന്നേ. ഇപ്പം അത് കിട്ടില്ല. ഇനി ഈ ഒരു ഇതുണ്ട് കയ്യില്. ഇത് അത് മതി, അത് മതി. ടൂൾ അത് മതി. അത് കണ്ടിന്യൂ ചെയ്തില്ലേ? ബാക്കസ് അപ്പൊ എന്ന് വാങ്ങിച്ചതാ? വേറെ ചെയ്തിരുന്നോ? അതെ അതെ, ഇതൊരു 2 months മുമ്പ് മേടിച്ചതാ. പിന്നെ അത് ക്ലാസ് പിന്നെ ശരിയായില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ഇതാണ്. അപ്പൊ മെറ്റീരിയൽസ് കിട്ടിയായിരുന്നു. എല്ലാരും ഒന്ന് മൈക്ക് ഓഫ് ചെയ്തേ. നമ്മള് ഈ ബുക്കിൽ എന്ന് പറഞ്ഞ ഫസ്റ്റ് അതന്നെയാണ്. അതിലുള്ള ഫസ്റ്റ് പേജിൽ 1s റോഡും 10s റോഡും ഉണ്ട്. അത് എഴുതിക്കും എന്തായാലും, കുഴപ്പമൊന്നുമില്ല. ആൻസേഴ്സ് നമ്മൾ വായിക്കുമ്പോ അതായിരിക്കും ആൻസേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ 1s റോഡിൽ ബീഡ്സിന്റെ വാല്യൂ പഠിച്ചല്ലോ. അയാന ഒന്ന് പറഞ്ഞ. അയാന ഷെയാൻ ഒന്ന് ശ്രദ്ധിക്കണേ. അയാന ഇത് എത്രയാ? എത്രയാ? ഓക്കെ, വെരി ഗുഡ്. ഷെയാൻ ഇത് എത്രയാ? മൈക്ക് ഓൺ ചെയ്യണേ. 5.
ഓക്കെ, അയാന ഇത് എത്രയാ? 8. ഓക്കെ, വെരി ഗുഡ്. ഷയാൻ ഇത് എത്രയാ? 9. ഓക്കെ, അയാന ഇത് എത്രയാ? 6. ഓക്കെ, ഷയാൻ ഇത് എത്രയാ? 1. ഓക്കെ, വെരി ഗുഡ്. ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ ഇല്ല. ഓക്കെ, ഞാൻ ഫസ്റ്റ് പേജിൽ ആൻസേഴ്സ് ആരാ വായിക്കുന്നേ? മാം ഞാൻ വായിക്കട്ടെ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐഷയും അതുപോലെ തന്നെ അൽഹാനും ആണ് കൈവയ്ക്കുക. നിങ്ങൾ ആൻസേഴ്സ് വായിക്കാന്ന് പറയുമ്പോ ചാടി പറയണം ഞാൻ വായിക്കാന്ന്. ഓക്കെ, ഓക്കെ. നിങ്ങൾക്കൊക്കെ ആൻസേഴ്സ് വായിക്കാം കേട്ടോ. ഓക്കെ, ഐഷ വായിച്ചോ. 1 to 10 വരെ ഐഷ വായിച്ചോ കേട്ടോ. പെട്ടെന്ന് വായിക്കണേ, സ്പീഡിൽ വായിക്കാം കേട്ടോ. 1, 2, Okay. 3, 4, 5, വെയിറ്റ് 6. അത്ര സ്പീഡ് വേണ്ട. ഓക്കെ, നമുക്ക് എല്ലാരും ടിക്ക് ഇട്ടോളൂ കേട്ടോ. നിങ്ങളെ റൈറ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ എല്ലാരും ടിക്ക് ഇടാ കേട്ടോ. ഓക്കെ, 1, ഒന്നുകൂടി വായിച്ച 1, 2, 3, 4, 5, 6, 7, 8, 9, 8. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫുള്ള് കറക്റ്റ് ആണോ? എല്ലാവരുടെയും കറക്റ്റ് ആയിരുന്നോ? ഉമറേഷിന്റെ ഒക്കെ കറക്റ്റ് ആയിരുന്നോ? ചെക്ക് ചെയ്തോ? ബുക്ക് കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ, സോറി. ഓക്കെ, 11 to 20 വരെ ഇസാൻ ഒന്ന് വായിച്ചേ. 2, 7, 1, 6, 8, 2, 5, 9, 4, 3. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അൽഹാൻ 21 to 30. മാം എന്റെ ഫസ്റ്റ് റോ കറക്റ്റ് അല്ല. ഫസ്റ്റ് റോ കറക്റ്റ് അല്ലേ? എന്ത് പറ്റി? ഞാൻ കാണിച്ചു. ഫുള്ള് റോങ് ആണോ? ആ എന്ത് പറ്റി? 4, 2, 3. അത് ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ ബി ബുക്ക് ആണ് ചെയ്തേന്ന് തോന്നുന്നുണ്ട്. ബി ബുക്ക് അല്ല കേട്ടോ, എ ബുക്ക് ആണ്. ആൻസേഴ്സ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, എ ബുക്ക് എടുക്കാം കേട്ടോ. ഇതുപോലുള്ള എ ബുക്ക് ആണ് എടുക്കണ്ടേ, എ. ഓക്കെ, 1A ആണ് കേട്ടോ. ഓക്കെ, എന്നാല് 21 to 30 വരെ ആരാ പെട്ടെന്നൊന്ന് പറഞ്ഞേ വായിക്കുന്നാരാ? എനിവൺ? മാം ഓക്കെ, ഹസീൻ വായിച്ചോ. 5, 1, 7, 9, 4, 8, ഓക്കെ, 6, 3, ഓക്കെ, 2, ഓക്കെ, 9. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരുടെയും ഫുള്ള് കറക്റ്റ് ആയിരുന്നു. ഹാഫിലിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടില്ലല്ലോ, ഉണ്ടായിരുന്നോ? മാം അടുത്ത ഞാൻ വായിക്കട്ടെ? അത് പറയണ്ടേ ഹാഫിൽ? നമ്മൾ എങ്ങനെ അറിയാം? ക്യാമറ ഓൺ ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ എങ്ങനെ അറിയാന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത? ഞാൻ കണ്ടപ്പോ തോന്നി ആള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടില്ലാന്ന്. മനസ്സിലായോ? ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, എന്നാ ഹാഫിൽ എന്ന് പറഞ്ഞത് എത്രയാണ്? ആരെന്തോ പറഞ്ഞല്ലോ. ഓക്കെ, ഹാഫിൽ ഇതൊന്ന് എത്രയാന്ന് പറഞ്ഞേ? പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ഇതെത്രയാ? ഇതോ? എത്രയാ? 8. ഓക്കെ, ഇതോ? ഓക്കെ, ഇനി അതിൽ കൺഫ്യൂഷൻ ഇല്ല എല്ലാവർക്കും? മാം ആ, ഇത് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ അയക്കണോ? വേണ്ട വേണ്ട, ഞാൻ പറയുന്ന മാത്രം ഗ്രൂപ്പിൽ അയച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ, ഇനി എല്ലാരും പേജ് നമ്പർ 2 എടുത്തേ. ഓക്കെ, വെരി ഗുഡ്. ഷയാന്റെ അല്ലേ? ഇനി എല്ലാരും പേജ് നമ്പർ 2 എടുക്കാം കേട്ടോ. ഓക്കെ, 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 ശരി കേട്ടോ. ഈ പേജ് നമ്പർ 2 എടുത്ത്, എ ബുക്കിലെ 2, പേജ് നമ്പർ 2 കേട്ടോ. തന്നോ? കറക്റ്റ് ആണോന്നാണോ? ഞാൻ പെട്ടെന്നൊന്ന് ആൻസേഴ്സ് വായിക്കാം. ഒന്ന് നോക്കണേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 8. 2, 7, 1, 6, 8, 2, 5, 9, 4, 3. 5, 1, 7, 9, 4, 8, 6, 3, 2, 9. കറക്റ്റ് ആണോ? ഓക്കെ, മാം ഇതിന്റെ റോങ് ഒന്ന് ചെക്ക് ചെയ്യോ? എനിക്ക് കാണുന്നില്ലല്ലോ.
ഇവന്റെ ഫസ്റ്റ് റോയിൽ ഇവൻ എഴുതിയിട്ടുള്ളത് 4 2 3 1 6 8 4 7 2 2 ആണ്. അത് ഏത് എ ബുക്കാണോ ബി ബുക്കാണോ എഴുതിയിട്ടുള്ളത്? ബി സോറി. മറ്റേ ആള് അതന്നെ ചെയ്ത് ബി ബുക്കാണ്. നമ്മൾ പറഞ്ഞ എ ബുക്കാണ് നമ്മള് ബുക്കിൽ ക്ലാസ്സിൽ ചെയ്യാം. ആൻസർ ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അവര് ബി ബുക്ക് ചെയ്തോണ്ടാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജ് എടുക്കുക. നെക്സ്റ്റ് അത് പിന്നെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് പേജ് എടുത്തോളൂ. ഓക്കെ, പേജ് നമ്പർ 2 എടുക്കുക. അതിൽ 2 റോഡ്സും 3 റോഡ്സും ഉള്ളതുണ്ട് അല്ലെ. 1s റോഡും ഉണ്ട്, 10s റോഡും ഉണ്ട്, 100s റോഡും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മള് 10s റോഡിലെ വാല്യൂസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ 1s റോഡിലെ വാല്യൂ മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. ഇനി 10s റോഡാണ്. 1s റോഡ് സെന്ററിലുള്ളതാന്ന് പറഞ്ഞു. ഇനി 10s റോഡ് എന്ന് പറഞ്ഞാൽ 1s റോഡിന്റെ നമ്മൾ 1s നമ്പേഴ്സിന്റെ തൊട്ടിപ്പുറല്ലേ 10s നമ്പേഴ്സ് ഉണ്ടാകാറുള്ളത്. 1s 10s, 1sന്റെ അപ്പുറം ഉള്ളത് 10s. അപ്പൊ 1sന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് 10s റോഡ്. ഇത് 1s റോഡ്, ഇത് 10s റോഡ്. ഏതാണ് സെന്ററിലുള്ളത്? 1s റോഡ്. എല്ലാരും ശ്രദ്ധിക്കാട്ടോ. സെന്ററിലുള്ളത് 1s റോഡ്, അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് 10s റോഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാരും കാണിക്കുന്നൊക്കെ ഉണ്ട്, വെരി ഗുഡ്. ഓക്കെ, ഇനി 10s റോഡ് ഞാൻ ഇതിൽ കാണിക്കാട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എന്റെ 1s റോഡ് ഇതാണ്, ആൻഡ് അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് 10s റോഡ്. ഓക്കെ ഓക്കെ, ഇനി 10s റോഡിൽ ലോവർ ബീഡിന്ന് ഒരു ബീഡ് എടുത്താൽ 10s റോഡിൽ എത്ര ആയിരിക്കും? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എനിവൺ? 5 നോ. 11 1 നോ. 1 11 അർജൻ 10 1 10 കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. 10 ആണ് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ 1s റോഡിൽ 1 ആണ് ഒരു ബീഡ് ലോവർ ബീഡിന്ന് എടുത്താലെന്നുണ്ടെങ്കിൽ 10s റോഡിൽ എത്രയാണ്? 10. 10s റോഡ് എന്ന് പറയുമ്പോ തന്നെ 10. 1s റോഡിൽ 1s റോഡിൽ 1 ആണ്, 10s റോഡിൽ 10. ഇനി 2 ബീഡ്സ് എടുത്തപ്പോ എത്രയായിരിക്കും? 20. വെരി ഗുഡ് ഐഷ. 20 ആണ്. 2 ബീഡ് എടുത്താൽ 20. 3 ബീഡ്സ് എടുത്താലോ? 30. വെരി ഗുഡ്. 4 ബീഡ്സ് എടുത്താലോ? 40. ഇനി 1s റോഡിൽ അപ്പർ ബീഡിൽ 5 ആണെന്ന് പറഞ്ഞു. അപ്പൊ 10s റോഡിൽ അപ്പർ ബീഡിൽ ഒരു ബീഡ് എടുത്താൽ എത്രയായിരിക്കും? 15 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇനി 60 എടുക്കാൻ അപ്പൊ എന്താ ചെയ്യാ? put one more 50 plus 10 60. നമ്മള് 1s റോഡിൽ 6 എടുക്കുന്ന പോലെ തന്നെയാണ് 10s റോഡിൽ 60 എടുക്കുന്നത്. ഓക്കെ, അതിന് കൂടെ ഒരു 10s നമ്പർ ആവുമ്പോ ഒരു 0 കൂടി ആഡ് ആവുന്നേ ഉള്ളൂ. ഓക്കെ, ആരെങ്കിലും വിളിച്ചോ? ഓക്കെ, അപ്പൊ ഇതാണ് 60. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു നമ്പർ കാണിക്കും. ഇത് എത്രയാണ് 10s റോഡിൽ എത്രയാന്നുള്ളത്? ഇസാൻ എന്ന് പറഞ്ഞത് എത്രയാണ്? ഇസാൻ, ഇത് എത്രയായിരിക്കും? നോക്ക് 10s റോഡാണ്. 10s റോഡാണ്. 1s റോഡ് ഇപ്പുറമുള്ളതാണ്. ഇത് 10s 70. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇസ ഫാത്തിമ, ഇത് എത്രയാ? 8 അല്ല, അത് 10s റോഡ്. 1s റോഡിലാണെങ്കിൽ 8, 10s റോഡിലാണെങ്കിൽ 10s റോഡിലാണെങ്കിൽ 80. എവിടെ ആയിരുന്നു? 80 ആണ് കേട്ടോ. ഓക്കെ, ഷയാൻ ഇത് എത്രയാണെന്ന് പറഞ്ഞേ? 90. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു നമ്പർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറയുന്നവർ അത് എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇത് എത്രയായിരിക്കും? 92. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. 90 എടുത്തു. 1s റോഡിൽ 2 എടുക്കും. അപ്പൊ 9 2 92. ഓക്കെ ഓക്കെ, ഉമറായിഷ ഇത് എത്രയാണെന്ന് പറഞ്ഞേ? ഇത് അത്
ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. ഉമറൈഷ് മാത്രം പറയാം കേട്ടോ. ഓക്കെ, പറഞ്ഞോ. ഉമാർ പറഞ്ഞോളൂ. കിട്ടിയിട്ടില്ലേ? മനസ്സിലായിട്ടില്ലേ? 30 ആണോ? ഇത് 8 കറക്റ്റ് ആണ്. ഇത് 30 ആണ്. ഇവിടെ 50 അല്ല. അപ്പർ ബീഡിൽ ഒരു ബീഡ്, ലോവർ ബീഡിൽ 2 ബീഡുമാണ്. അപ്പൊ ഇത് എത്രയാ? അപ്പർ ബീഡിൽ 50 ആണ്. ഇവിടെ നമ്മളല്ലേ വൺസ് റോഡിൽ ഇത് 7 ഇങ്ങനെയല്ലേ എടുക്കുന്നേ? അപ്പൊ അത് ടെൻസ് റോഡിൽ 7 എടുത്താ 70. ഓക്കെ, അപ്പൊ ഇത് 70. ആ, ടെൻസ് പ്ലേസില് ടെൻസ് റോഡില് മുകൾ അപ്പർ ബീഡിന് 50 ആണോ 15 ആണോ? 50 50. ഓക്കെ. ഓക്കെ ഓക്കെ. അമാൻ, ഇത് എത്രയാണെന്ന് പറഞ്ഞേ? പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോണം. ഓക്കെ, എത്രയാ? 28. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ഒന്നുമില്ല, ഇവിടെ 2 ഇവിടെ 8 ഉണ്ട്. അപ്പൊ 2 8 എന്ന് ഒരുമിച്ച് ചെയ്താൽ 28. ഓക്കെ ഓക്കെ. ഋതിക, ഇത് എത്രയാ? പറഞ്ഞോ. 30. ഇത് 30 ഉണ്ട്. ഇനി ഇവിടെ ഉണ്ട്. ഇത് എത്രയാ? 7. ആ, അപ്പൊ 3യും 7ഉം 30യും 7ഉം 37. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ. അയാന, ഇത് എത്രയാ? അയാന, പറഞ്ഞോ. കിട്ടുന്നില്ലേ? ഓക്കെ, ഇത് 1 അല്ലേ? ഇത് എത്രയാ? 7. ആ, 1ഉം 7ഉം ചെയ്ത എന്താണ്? 1 7 ഒരുമിച്ച് ചെയ്ത എന്താ? 17. അത്രേ ഉള്ളൂ. ഓക്കെ, ടെൻസ് റോഡിലാവുമ്പോഴാണ് അത് 10 ആവുന്നേ. ഓക്കെ, നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് ടെൻസ് റോഡിലായതുകൊണ്ട് 10. 1ന് പകരം 10, 2ന് പകരം 20, 3ന് പകരം 30. ഒരു 0 അങ്ങോട്ട് കൊടുക്കുക. ഈ നമ്പറിന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ ടെൻസ് റോഡിലെ നമ്പേഴ്സ് ആയി. ഓക്കെ, ഐഷ, ഇത് എത്രയാ? 26. ഓക്കെ, ഷയാൻ, ഇത് എത്രയാ? പെട്ടെന്ന് പെട്ടെന്ന് പറ ഷയാൻ. 70. 70. 71. 1 ആണോ? ഒന്നുകൂടി നോക്കിയേ. അപ്പർ ബീഡിൽ ഒരു ബീഡ് കൂടി ഉണ്ട്. ഓക്കെ. ആ, അപ്പൊ എത്രയാ? അപ്പർ ബീഡിന്റെ വാല്യൂ എത്രയാ? 76. ഓക്കെ, വെരി ഗുഡ്. ഐമൻ, ഇത് എത്രയാ? ഐമൻ, എല്ലാരും നോക്കുക കേട്ടോ. 68. ഓക്കെ. ത്വാഹിർ, ഇത് എത്രയാ? 56. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെയാണ് 56 വരുന്നത് കേട്ടോ. അതെല്ലാരും ശ്രദ്ധിക്കുക. ഓരോ നമ്പേഴ്സ് കാണിക്കുമ്പോഴും ബാക്കിയുള്ളവരും അത് നോക്കുക കേട്ടോ. ഷാദി, ഇത് എത്രയാ?
60. 60 ആണോ? കാണുന്നില്ല, ഫുള്ള് കാണുന്നില്ലേ? വൺസ് റോഡിൽ എത്ര വീടുണ്ട്? 1. 1 മാത്രമേ ഉള്ളൂ. അപ്പർ വീട്ടിലുള്ള കാണുന്നില്ല. 5. ആ 5 ഉണ്ട്, ഒരു 1 ഉണ്ട്. അപ്പൊ എത്രയാ? 6. ആ 6 ഉണ്ട്. ഇനി 10th റോഡിൽ എത്ര വീടുണ്ട്? 90. ആ അപ്പൊ എത്രയാ? 96. 96. ഓക്കെ, ഹാഫിൽ ഇത് എത്രയാ? 66. ഓക്കെ, അൽഹാൻ ഇത് എത്രയാ? 85. No, Okay. sir, 85. ആ കറക്റ്റാ. ഹിബ ഇത് എത്രയാ? 65. ഓക്കെ, ഹാസിൻ ഇത് എത്രയാ? 68. 50 ആണോ? ഒന്ന് നോക്കിയേ. 68. ആ ഓക്കെ. ഇസ ഇത് എത്രയാ? 50. ഓക്കെ, വെരി ഗുഡ്. ഇനി എല്ലാരും പേജ് നമ്പർ 2 എടുക്കുക. അതിലെ ലാസ്റ്റ് റോഡ്സിൽ 100 റോഡീഡ് വരുന്നുണ്ട്. നിങ്ങൾ അതിന്റെ താഴെ അതിന്റെ നമ്പർ എഴുതിയാൽ തന്നെ അത് ഏതാന്നുള്ളത് മനസ്സിലാവും. ഇതിന്റെ താഴെ ഇതിന്റെ താഴെ എത്രയാണ് നമ്പർ ഇങ്ങനെ വരിക്ക് എഴുതിയത് കഴിഞ്ഞാൽ തന്നെ ആ നമ്പർ എത്രയാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 10th റോഡിൽ ഒരു വീട് എടുത്താല്, അല്ല 100 റോഡിലാണെന്നുണ്ടെങ്കിൽ ഒരു വീട് എടുത്താൽ 100, 200, 300, 400. അപ്പർ വീടിൽ ഒരു വീട് 500, 600 എടുക്കാന് അപ്പർ വീടിൽ നിന്ന് ഒരു വീടും ലോവർ വീടിൽ നിന്ന് ഒരു വീട്. 6 എടുക്കുന്ന പോലെ തന്നെ 100 റോഡിലാണെങ്കിൽ അത് 600 ആയിരിക്കും. 10th റോഡിലാണെങ്കിൽ അത് 60 ആയിരിക്കും. 7 10th റോഡിൽ എടുത്താൽ 70, 100 റോഡിൽ 7 എടുത്താൽ അത് 700. ഓക്കെ, ക്ലിയർ അല്ലേ? Clear, ma'am. എഴുതട്ടെ. ആയിരിക്കും. പേജ് നമ്പർ 2 സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അൽഹാൻ ബുക്കില്ലേ? വണ്ടി ആയില്ലോ. ബുക്ക് എന്തേ? പ്രിന്റ് ഔട്ട് എടുക്കുന്ന. പ്രിന്റ് ഔട്ട് എടുക്കുന്നവർ എ ബുക്ക് മസ്റ്റ് ആയിരിക്കും. എ ബുക്ക് ആണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാട്ടോ. എ ബുക്ക് മസ്റ്റ് ആയിട്ട് എടുക്കാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് നെക്സ്റ്റ് ഇനി എന്നായിരിക്കും ക്ലാസ്? ഫ്രൈഡേ ആയിരിക്കും അല്ലെ? ഫ്രൈഡേ ആകുമ്പോഴേക്കും എടുത്തു വെക്കാട്ടോ. കാരണം നമുക്ക് ക്ലാസ്സിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് മസ്റ്റ് ആണ് കേട്ടോ. ഹാഫിൽ ഡേയിൽ ബുക്ക് ഇല്ലേ? ഓക്കെ, എല്ലാരും പെട്ടെന്ന് ചെയ്യാട്ടോ. ഉമറൈഷിന്റെ ഇല്ലേ? ആ പ്രിന്റ് എടുത്തിട്ടില്ല. Finish. വെരി ഗുഡ്. ഇത്ര പെട്ടെന്ന് അല്ലേ? ഫുള്ള് ഫിനിഷ് ചെയ്തോ? 30 ക്വസ്റ്റ്യൻസും ഷാറാണല്ലോ. ഷാസിലിന് മനസ്സിലായിട്ടില്ലേ? ഷാസിൽ ഇല്ല. ഇല്ല, എനിക്ക് തോന്നി. ഷാസിൽ ഇത് എത്രയാന്ന് പറഞ്ഞേ? അറിയില്ലേ? 70. ഇത് വൺസ് റോഡാണ്. വൺസ് റോഡിലാവുമ്പോ 7. ഓക്കെ. ഇതോ? 9. ഓക്കെ. ഇതോ? പെട്ടെന്ന് പറഞ്ഞേ, കൗണ്ട് ചെയ്യാതെ. ഓക്കെ, ഇത് എത്രയാ? 5. ഓക്കെ, ഇപ്പൊ നമ്മൾ വൺസ് റോഡ് പഠിച്ചു. ഇനി 10th റോഡിലാണെങ്കിൽ ഇത് എത്രയാ? 60. ഒന്നുകൂടി നോക്കി. 60 ആണോ? ലോവർ വീടിൽ ഒരു 10. വീട് മാത്രമേ ഉള്ളൂ. ആ ഇതോ? 60. ഓക്കെ. ഇതോ? 90. ഓക്കെ.
ഇപ്പൊ ഇവിടെ 90 എടുത്തു, ഒരു വൺസ് റോഡിൽ നിന്ന് ഒരു 2 എടുത്തു, അപ്പൊ എത്രയാ? 92. ആ ഇത് എത്രയാ? 97. Okay. എത്രയാ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞോ. 67. എത്രയാ? 67. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇനി എന്താ കൺഫ്യൂഷൻ? ഇപ്പൊ ഞാനല്ലല്ലോ പറഞ്ഞേ, ഷാസിൽ എന്നല്ലേ പറഞ്ഞേ? അതുപോലെ തന്നെയാണ് കേട്ടോ. ആ എങ്ങനാ? പേജ് നമ്പർ 2 ആണോ 20 ആണോ? അത് വൺസ് റോഡ് ആണ് കേട്ടോ, അത് വൺസ് റോഡ് ആണ്. ആ റോഡ്സിന്റെ താഴെ അതിന്റെ നമ്പർ എഴുതിയാൽ തന്നെ നിങ്ങക്ക് അതിന്റെ ആൻസർ കിട്ടും. ആ റോഡ്സിന്റെ താഴെ ജസ്റ്റ് നമ്പർ എഴുതിയാൽ തന്നെ മതി, അപ്പൊ തന്നെ അതിന്റെ ആൻസർ എത്രയാന്ന് കിട്ടും. എല്ലാവരുടെയും ഫിനിഷ് ആയോ എന്ന് പറയണേ. മാം 21 ഏത് റോഡാണ്? അത് വൺസ് റോഡ് ആണ് കേട്ടോ. ഒരെണ്ണം മാത്രമേ അത് വൺസ് റോഡ് ആയിരിക്കും, രണ്ടെണ്ണാണെങ്കിൽ വൺസ് റോഡും ടെൻസ് റോഡും ആയിരിക്കും, മൂന്നെണ്ണാണെങ്കിൽ വൺസ് റോഡും ടെൻസ് റോഡും 100 റോഡും. ഓക്കെ, എല്ലാരും ഇതുപോലെ എല്ലാ ക്ലാസ്സിലും കറക്റ്റ് ജോയിൻ ചെയ്യാട്ടോ. ഫസ്റ്റ് ക്ലാസ് വെരി ഇമ്പോർട്ടന്റ് ക്ലാസ്സുകളാണ്, കാരണം ആ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീരൂല. അതുകൊണ്ട് ആരും ക്ലാസ്സുകൾ മിസ് ചെയ്യരുത് കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സുകൾ എന്നല്ല, വെരി ഇമ്പോർട്ടന്റ് ക്ലാസ്സുകളായിരിക്കും എല്ലാ ക്ലാസ്സും, പക്ഷെ ഫസ്റ്റ് ക്ലാസ്സുകൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് ആരും മിസ് ചെയ്യരുത് കേട്ടോ. നാളല്ല, ഇനി നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും. ലീവ് ആക്കുകയാണെങ്കിലും മിസ്സിന്റെ അടുത്ത് പറയാട്ടോ, എന്താണ് ആരൊക്കെ ലീവ് ആക്കുന്നതെന്നുള്ളത്. നിങ്ങളുടെ അറ്റൻഡൻസിന് മാർക്ക് ഉണ്ടാവും കേട്ടോ. മാം 100 റോഡ്സിലെ അപ്പർ ബീഡിലെ അത് ജസ്റ്റ് അത് എത്രയാ നമ്പർ എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് 8 ബീഡ് ഉണ്ടെങ്കിൽ 800, അപ്പർ ബീഡിൽ ഒരു ബീഡ് ആണെങ്കിൽ 5 ആണെങ്കിൽ അത് 500. ഓക്കെ ഓക്കെ. അയാന ചെയ്യുന്നില്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഹാസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ആരൊക്കെ ഫിനിഷ് ആയിരുന്നു ഹാൻഡ് റൈസ് ചെയ്തേ? ഓക്കെ, അർസയുടെ ഫിനിഷ് ആയിട്ടുണ്ട്, ഹാഫിന്റെ ഫിനിഷ് ആയിട്ടുണ്ട്, പിന്നെ ആരുടെയാ? രണ്ടുപേരുടെ മാത്രം. ആ എന്റെ ഫിനിഷ് 28 100ഉം വൺസും റോഡ്സാ? വൺസും ടെൻസും മാത്രമേ. ദ്വായറിന്റെ ഫിനിഷായി, ഹാസിന്റെ ഫിനിഷായി, അർസയുടെ ഫിനിഷ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി ആരാ? ഇസാന്റെ ഫിനിഷ് ആയോ? ഇസാന്റെ ഫിനിഷായി, ഐമന്റെ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഹിബയുടെ ഫിനിഷ്. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. റിയാക്ട് എന്നുള്ള അവിടെ ഉണ്ടാവും ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഹിബയുടെ ഫിനിഷ് ആയി. ഓക്കെ, ഇസാ ഫാത്തിമയുടെ ഫിനിഷ് ആയോ? ഋതിക ഫിനിഷ് ആയതാണോ? അല്ല. അല്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഋതികക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഋതിക കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ചെയ്തോട്ടോ. എന്റെ ഫിനിഷായി.
Okay, very good. Aisha. Finish ആയി. ആയിഷയുടെ ഫിനിഷ് ആയി. ഓക്കെ. ഷാസിന്റെ ഫിനിഷ് ആവാറായിട്ടുണ്ടോ? ഷാസിൽ? ഷെസിലാണോ ഷാസിലാണോ? ഷാസിൽ. മുഹമ്മദ് അൽഹാൻ ഷാനവാസ്. ബുക്ക് ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ഉമറൈഷ്, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ വെറുതെ ഇരിക്കണ്ടെന്നുണ്ടെങ്കിൽ ബുക്കും കൊണ്ടുവരാം കേട്ടോ. അൽഹാനും ഓക്കെ. പേജ് നമ്പർ 1 2 എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയാലോ അല്ലെ? 1 2 ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം കേട്ടോ. ഫോട്ടോ എനിക്ക് അയക്കണം കേട്ടോ. 1 2 ചെയ്തിന്റെ അൽഹാനും Okay. ഉമറൈഷും. ഓക്കെ. മാം ഗ്രൂപ്പിലല്ലേ? അല്ല, ഐഷ നമുക്ക് ഇപ്പൊ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. അവര് ചെയ്തിട്ടില്ലല്ലോ, അവരെ കയ്യിൽ ബുക്ക് ഇല്ലല്ലോ, അപ്പൊ അവര് അയച്ചാ മതി കേട്ടോ. ഉമറൈഷും അൽഹാനും. മാം അമാൻ റാഷിദിന്റെ കയ്യിൽ ബുക്ക് ഉണ്ടോ? ഇല്ല, ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടില്ല. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഈ 1 2 എഴുതിയിട്ട് ഗ്രൂപ്പിൽ അയക്കാട്ടോ. എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ അറിയാലോ? ഡൗട്ട് ഉണ്ടോ? 28 ക്വസ്റ്റ്യൻ എന്താ? ഇപ്പൊ ബുക്ക് ഉണ്ടോ? 28 ക്വസ്റ്റ്യൻ എന്താ? 28 ക്വസ്റ്റ്യന് 2 റോഡ്സ്. ഞാൻ ഫോണിലാ ചെയ്യുന്നേ. ഓക്കെ. 2 റോഡ്സ് ആണ് അതിലുള്ളത്. 1s ഉം 10s ഉം ആണ് ഉള്ളത്. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയേ. 6 ഉണ്ട് 7 ഉണ്ട്. 67. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്താലോ? ഓക്കെ. എല്ലാരും സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ആൻസേഴ്സ് I'm not finished. ആരുടെയാണ് ഫിനിഷ് ആവാത്തെ? ഷെയാന്റെ ആണോ? ഓക്കെ, Yes. ഏതുവരെ ചെയ്തിട്ടുണ്ട്? 3 more. 1 more ഉള്ളോ? 4 ആണോ? മാം സൈഡിൽ ടിക്ക് ആക്കണ്ടേ കറക്റ്റ് ആയാൽ? ടിക്ക് ചെയ്യണം. ഋതികയുടെ ഫിനിഷ് ആയോ? എത്ര ഉണ്ടായി? ഐമൻ എന്താണ്? നമുക്ക് ഓക്കല്ലേ, ഋതികക്ക് ചെറുതായിട്ട് ഒരു ജലദോഷം പനിയൊക്കെ ഉണ്ട്. അപ്പൊ ഓക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നില്ല. ആരാ പറയുന്നേ? ഐമനാണോ? അതോ അല്ലല്ല, ഋതിക? ഓക്കെ. എത്ര വരെ ചെയ്തിട്ടുണ്ട്? ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഡൗട്ട് ഉണ്ടായിട്ടല്ല, ഓക്ക് ചെയ്യാൻ കഴിയുന്നില്ല. സുഖാവുമ്പോ ചെയ്താ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നായിട്ട് ചെയ്താ മതി കേട്ടോ. ഐമൻ എന്താ? വാഷ്റൂം അടിയില് വേറൊരു കോളുണ്ട്, അതിന്റെ അകത്താണോ ടിക്കേണ്ടത്? പോയി വാട്ടോ. എന്താണ്? അടിയില് വേറൊരു കോളുണ്ട്, അതിന്റെ അത് അകത്താണോ? നിങ്ങക്ക് ആൻസേഴ്സ് റോങ് ആയി കഴിഞ്ഞാൽ അത് റൈറ്റ് ആൻസർ ആക്കാനുള്ള കോളാണ് കേട്ടോ. ഓക്കെ, എന്നാ ഐമൻ തന്നെ വായിച്ചോ. 10 വരെയുള്ള ആൻസേഴ്സ് പെട്ടെന്ന് വായിക്ക്. എല്ലാരും നോക്കാട്ടോ, ചെക്ക് ചെയ്യാട്ടോ. 1 to 10 വരെയുള്ള. ഞാൻ 11 20 വായിക്കട്ടെ. 1 to 10 വരെ ഐമൻ വായിക്കാട്ടോ. 11, 22, 33, 44, 55, 66, 77, 88, 99, 55. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും കേട്ടോ? യെസ് മാം. ഓക്കെ, 11 to 20 വരെ എന്നാല് ആയിഷ വായിച്ചു. 21 മുതൽ 30 വരെ ഞാൻ വായിക്കാം. അതാരാ പറഞ്ഞേ? അർജയാണോ? ഓക്കെ, വെരി ഗുഡ്. 78 55 27 35 56 96 87 35 42 17. വെരി ഗുഡ്. ഇനി അർജ 21 to 30 വരെ. ഇസ ഫാത്തിമ. ഇസ ഫാത്തിമേനെ കാണുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് പേജ് ചെയ്യുമ്പോ ഇനി ഇസ ഫാത്തിമ വായിച്ചോട്ടോ. അർജയാണോ ഇസ ഫാത്തിമയാണോ ഞാൻ നേരത്തെ വായിക്കാന്ന് പറഞ്ഞേ?
അർജയാണോ? ഓക്കെ, എന്നാ അടുത്ത വായിച്ചു. നെക്സ്റ്റ് പേജ് ഇതാ ഫാത്തിമ വായിക്കാട്ടോ. 2, ടു 12, 235, 317, 527, 120. വെയിറ്റ് 25th ക്വസ്റ്റ്യൻ എത്രയാ കിട്ടിയ ഇതാ ഫാത്തിമക്ക്? ഒന്നുകൂടി നോക്കി അർജ, അത് എത്രയാന്ന്? എത്രയാ 25th? 27, എത്രയാ? 827, യെസ്, 527 അല്ല അർജ വായിച്ചേ? മാറിപ്പോയതായിരിക്കും അല്ലെ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അടുത്ത വായിച്ചോ. 123, ഓക്കെ 162, ഓക്കെ 57, ഓക്കെ 53, 99. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരുടെയും കറക്റ്റ് അല്ലേ? ആകെ റോങ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. കറക്റ്റ് അല്ലേ? I have one correct wrong. Last Ma'am, I have one 30. wrong. വിച്ച് വൺ ആണ്? ഏതാണ് റോങ്? 90. 90. 19 എത്ര എഴുതിയേ? എത്ര ആൻസർ എന്നൊന്ന് പറഞ്ഞേ. 92. കറക്റ്റ് ആൻസർ ഇതാണ്. കറക്റ്റ് ആൻസർ 42. 42. ഓക്കെ, കറക്റ്റ് ആൻസർ കിട്ടിയല്ലോ. അപ്പൊ കുഴപ്പമില്ല കേട്ടോ. ലാസ്റ്റ് പറയോ? ആരാണ് ചോദിച്ചത്? ആസിൻ. ആസിൻ. ലാസ്റ്റിലെ 999 അതിന് ഫുള്ള് വായിക്കണോ? 21 to 30 വരെ? വേണ്ട. 999 ആണ് കേട്ടോ. 29th 253 അല്ലേ? യെസ്. ഓക്കെ. ഓക്കെ, ഇനി ആർക്കും അതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഓൾ സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ വന്നിട്ട് എന്തായിരിക്കും? അതിൽ ബ്ലാങ്ക് ആയിട്ടൊരു സ്പേസ് ആണ് അല്ലെ? എന്തായിരിക്കും അവിടെ ചെയ്യാനുണ്ടാവുക? താരെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് വരക്കാൻ. യെസ്, വെരി ഗുഡ്. താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് വരക്കണം. പക്ഷെ വരക്കുമ്പോ എന്ത് ശ്രദ്ധിക്കണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 16 നമ്മൾ എങ്ങനെ എടുക്കുക? ഇങ്ങനെയാണ് വരക്കേണ്ടത് അല്ലെ? 16. അപ്പൊ ഇതില് 16 1 ബീഡും 6 ബീഡും വരച്ചിട്ട് ബാലൻസ് ബീഡും വരക്കണം. ബാലൻസ് താഴെയുള്ള ബീഡുകളും വരക്കണം. 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 8 ബാലൻസ് ഉണ്ട്. 6 എടുത്തു കഴിഞ്ഞാൽ 3 ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് ബീഡും ഇതുപോലെ വരക്കണം. അപ്പൊ ഇതില് ബാലൻസ് ബീഡ് ഇല്ല അല്ലെ? പക്ഷെ നിങ്ങൾ വരക്കുമ്പോ ബാലൻസ് ബീഡുകൾ തേർഡ് പേജ് എടുക്കടാ. തേർഡ് പേജ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് തേർഡ് പേജ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബാലൻസ് ബീഡും വരക്കണം. ഓക്കെ മാം, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബാലൻസ് കുറച്ച് ഇപ്പൊ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇല്ല. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെയും ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അത് ഗ്യാപ്പ് ഇട്ടിട്ട് വരക്കുക ബാലൻസ് ബീഡ്. ഇപ്പൊ ചെയ്യണ്ട, നമുക്കത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ്? തേർഡ് പേജ് ഹോംവർക്ക് ആണ്. അർജുൻ എന്താ പറഞ്ഞ? ഹോംവർക്ക് ആണ് കേട്ടോ. തേർഡ് പേജ് എന്താണ്? ബാലൻസ് 83 ആണ്. ഒന്നുകൂടി പറയോ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 83 ഇങ്ങനെയാണ് അല്ലെ? 83 എടുക്കാം അല്ലെ? 83 ബാലൻസ് ബീഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ ബാറിലോട്ട് ആഡ് ആവാത്ത ബീഡുകളാണ് ഇവിടെ ബാക്കി വരുന്ന ബാലൻസ് ബീഡ്. അപ്പൊ അതും വേണം, അത് ഇവിടെ ടച്ച് ചെയ്യാത്ത രീതിയിൽ വരക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ എൻ്റെ കയ്യിൽ ഒരു പെന്നില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ.
ഇത് കണ്ടോ, ഇത് 10 ആണ്. 10-ല് ഒരു റോഡില് ഒരു 10 കൊടുത്തു, അതിന്റെ ബാലൻസ് ബീഡ് ഇതുപോലെ വരച്ചു. എങ്ങനെ? 10-ല് ബാക്കി ബാലൻസ് ബീഡ് ടച്ച് ചെയ്യാണ്ട് അതാ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഇത് 38 ആണ്. ഇത് 38 ആണ്. ഇതിലെ ബാലൻസ് ബീഡ് വരച്ചേക്കുന്ന കണ്ടോ? അതുപോലെ വരയ്ക്കണം. 38 അല്ല, സോറി 39. 39 എടുത്താൽ പിന്നെ ബാലൻസ് ബീഡ് 9ന്റെ അവിടെ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത് 22 ആണ്. 22 എടുക്കുമ്പോ അതിലെ ബാലൻസ് ബീഡ് എത്ര ഉണ്ട്? 7 ബീഡ് ബാലൻസ് ഉണ്ട് അല്ലെ. 2 എടുത്തു കഴിഞ്ഞാല് 7 ബീഡ് ബാലൻസ് ഉണ്ട്. അത് ഇതിങ്ങനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ വരച്ചു കൊടുക്കുക. മനസ്സിലായോ? യെസ്. ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്കിപ്പോ 8 ആഡ് ചെയ്തിട്ട് അതിന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബാലൻസ് ബീഡ് എത്രയാന്നുള്ളത് ഓർമ്മ വേണം. അതിന് വേണ്ടിയിട്ടാണ് ബാലൻസ് ബീഡ് വരക്കാൻ മതി. ആ, ഈ 10-ല് 10th റോഡില് 1 അപ്പ് ആക്കിയിട്ട് 3 ഡൗൺ ആക്കിയിട്ട് 1's പ്ലേസില് 1 ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്തിനാണ്? 10 0. ഒന്നും ചെയ്യണ്ട, ഇപ്പൊ ഞാൻ പറഞ്ഞു ചെയ്താൽ മതി. ഓക്കെ, 10th റോഡിൽ 1 എടുത്താൽ അത് 10, പിന്നെ 3 എടുത്താൽ 30. ഓക്കെ, 1 3 13 6 6 8 68. അപ്പൊ 10 10 എങ്ങനെ എടുക്കാം? 10 ഒരു ബീഡ് മാത്രം 10th റോഡിൽ എടുത്താൽ അത് 10. ഓക്കെ, ഓക്കെ ക്ലിയർ അല്ലേ? ഇനി ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്കുള്ള ഹോംവർക്ക് എല്ലാവരും പേജ് നമ്പർ 3 ഹോംവർക്ക് ആണ് കേട്ടോ. എങ്ങനാ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ബുക്ക് ഇല്ലാത്തവര് പേജ് നമ്പർ 3 വരെ ഫിനിഷ് ചെയ്യാം കേട്ടോ. ബുക്ക് പ്രിന്റ് എടുത്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഫ്രൈഡേ ആയിരിക്കും കേട്ടോ. എഴുതണ്ടേ? എങ്ങനാ? 1 മുതൽ 30 വരെ എഴുതണ്ടേ? ആ, യെസ്. ഓക്കെ, എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? എന്നാ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാട്ടോ. ആരും ലേറ്റ് ആവരുത്. കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാ. ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ് നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. ഓക്കെ, ഓക്കെ, ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ബൈ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.